നമസ്കാരം, എല്ലാവർക്കും ജിംനി എക്സ്പ്ലോററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്ന ചെപ്പാറ റോക്ക് ഗാർഡൻസ് ആണ്. ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഒരു ഫോറസ്റ്റ് റൂട്ടാണ് അങ്ങോട്ട് പോകാനുള്ളത്. തൃശ്ശൂരിൽ നിന്ന് വടക്കാഞ്ചേരിക്ക് പോകുന്ന റോഡിൽ പറളിക്കാട് കഴിഞ്ഞ് അല്പം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, വടക്കാഞ്ചേരി സൈഡിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ റൈറ്റിലേക്ക് തിരിയണം. റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അല്പം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഫോറസ്റ്റ് റൂട്ടാണ്. ഏതാണ്ട് ഹൈവേയുടെ അടുത്ത് തന്നെ ഒരു ഫോറസ്റ്റ് റൂട്ട് ഉള്ളത് അധികം ആൾക്കാർക്ക് അറിയില്ല. ഫോറസ്റ്റ് റൂട്ട് തുടങ്ങിയാൽ അവിടെ മുതൽ ഈ ഫോറസ്റ്റിനുള്ളിൽ മുഴുവൻ കോൺക്രീറ്റ് റോഡാണ്. വളരെ വീതി കുറഞ്ഞ റോഡാണ്. ഒരു വാഹനം ഓപ്പോസിറ്റ് വന്നാൽ സൈഡ് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ വളരെ മനോഹരമായ ഒരു ഡ്രൈവാണ്. ആ വഴിക്ക് കാടിൻ്റെ ഒരു ആംബിയൻസ് നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഈ ഫോറസ്റ്റ് റൂട്ടിൽ കൂടെ നമ്മൾ അല്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു മെയിൻ റോഡിലെത്തും. പൂമലയിൽ നിന്നൊക്കെ വരുന്ന ഒരു മെയിൻ റോഡ്, ടാറിട്ട റോഡ്. ആ ടാറിട്ട റോഡിലേക്ക് ഇതപ്പോൾ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഇടതോട്ട് തിരിയണം. ഇടതോട്ട് തിരിഞ്ഞ് വീണ്ടും നമ്മൾ ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ ഈ ടാർ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ വളരെ ഒരു ഇടുങ്ങിയ റോഡ് റൈറ്റ് സൈഡിലേക്ക് തിരിയണം. വീണ്ടും ഒരു ഫോറസ്റ്റിനകത്ത് കൂടെ അങ്ങോട്ട് തിരിഞ്ഞാൽ ഉടനെ തന്നെ വളരെ ഒരു വലിയ കയറ്റമാണ് ഈ കാണുന്നത്. വീഡിയോയിൽ കാണുമ്പോൾ തോന്നുന്നില്ല, പക്ഷേ നല്ലൊരു കയറ്റമാണ്. ആ റോഡും കോൺക്രീറ്റ് ഇട്ടാണ് ഈ ഫോറസ്റ്റിനകത്തുള്ളത്. ഇതിൽ കൂടെ നമ്മൾ അല്പം പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തുന്നത് ചെപ്പാറ റോക്ക് ഗാർഡൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ്. അവിടെ നേരെ കാണുന്നതാണ് ചെപ്പാറ റോക്ക് ഗാർഡൻസ്. ഇവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് കയറാനായിട്ട് ഇങ്ങനെ കൈവരി കെട്ടിവെച്ചിട്ടുണ്ട്. അതുവഴി നമ്മൾ പിടിച്ചിട്ട് നമുക്ക് ഈ പാറയുടെ മുകളിലേക്ക് കയറാം. ഇവിടെ ഇടത് സൈഡിൽ കാണുന്ന ഈ കൈവരി കൂടെ പിടിച്ച് നമുക്ക് മുകളിലേക്ക് കയറാം. എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഇതിൽ കൂടെ കയറിയിട്ട് ഈ ചെപ്പാറ റോക്ക് ഗാർഡൻ്റെ മുകൾ വശം കാണിച്ചിരുന്നു. ഈ ജംഗ്ഷനിൽ തന്നെ കുടുംബശ്രീയുടെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പൂമലയിൽ നിന്നൊക്കെ വരുമ്പോഴുള്ള മെയിൻ റോഡ് നേരത്തെ കണ്ട വരുന്ന റോഡാണിത്. നമുക്ക് വീണ്ടും ഇതിൻ്റെ മുകളിലത്തെ കാഴ്ച ഇവിടെ കൂടെ കയറിയിട്ട് അല്പനേരം കാണാം. അതിനുശേഷം താഴെ ഇറങ്ങിയിട്ട് ഈ റോക്ക് ഗാർഡൻ തുടങ്ങുന്ന സൈഡിലേക്ക്, അതായത് ഒരു 2.5 കിലോമീറ്റർ ദൂരം ഉള്ള സ്ഥലത്തേക്ക് നമുക്ക് താഴെ കൂടെ പോയിട്ട് അവിടെ കയറിയിട്ട് നമുക്ക് ആ വഴി കൂടി വന്ന് ഫുള്ളായിട്ട് കാണാം. ഇവിടെ കയറി വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 3 മുനിയറകളുണ്ട്. ഇങ്ങനെ വട്ടം അങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത്. അതിൽ ഒന്നിൽ മാത്രമാണ് തകർന്ന് പോകാത്തതായിട്ടുള്ള ഒരു മുനിയറ കാണാൻ കഴിയുകയുള്ളൂ. 2 എണ്ണം വെറുതെ ഒരു മൺകൂനയായിട്ട് കിടക്കുകയാണ്. സോളാറിൽ കത്തുന്ന ഒരു ലൈറ്റ് അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഇവിടെ കോൺക്രീറ്റ് ബെഞ്ചുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വൈകുന്നേരങ്ങളായാൽ സൈഡിലൊക്കെ നല്ല മരത്തണലുണ്ട്. ഇതാണ് ഒരു മുനിയറ. അധികം നാശമാവാതെ ഉള്ളത്. ഒരാൾക്ക് കഷ്ടി ഇതിനകത്ത് കയറിയിരിക്കാൻ പറ്റാവുന്ന അത്ര വലിപ്പമേ ഉള്ളൂ ഇതിനകത്ത്. ഇതുപോലെ തന്നെ 2 എണ്ണം കൂടി വേറെയുണ്ട്. പക്ഷേ അതിനകത്ത് മുനിയറയൊന്നുമില്ല, ഇങ്ങനെ മൺകൂനയായിട്ട് കിടക്കുകയാണ്. അതുകൂടി പോകാതിരിക്കാനാണ് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത്. വളരെ പരന്ന് കിടക്കുന്ന ഒരു പറയാണ്. അല്പം കൂടി ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ 2 പാറകൾ ചേരുന്നിടത്ത് ഇങ്ങനെ വെള്ളം കെട്ടിയിരിക്കുന്നതായിട്ട് കാണാം. ഈ പാറക്കൂട്ടത്തിൽ നിന്ന് ഒഴുകി വന്നത്. അതിൻ്റെ മറുസൈഡ് ഇങ്ങനെ കല്ലുകൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ ബോർഡും വെച്ചിട്ടുണ്ട്, ചെപ്പാറ
ഡാം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വെള്ളം ഒഴുകി പോകാതിരിക്കാനായിട്ട് കെട്ടിവെച്ച് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഡാം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്. പാറയ്ക്കുള്ളിലെ വെള്ളമായതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് ഈ വെള്ളത്തിന്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഭാഗം വീണ്ടും ഒന്ന് കാണിക്കുന്നത്. ഇവിടെയാണ് സാധാരണയായിട്ട് വൈകുന്നേരങ്ങളിൽ ആൾക്കാരൊക്കെ കയറി വരുന്നത്. ഇവിടെ നിന്ന് മറ്റേ അറ്റം വരെ ഏതാണ്ട് 2.5 കിലോമീറ്ററോളം ദൂരമുണ്ട്. കൂടുതൽ ആൾക്കാരും ആ സൈഡിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടം കണ്ട് ഇറങ്ങിയതിന് ശേഷം വണ്ടി എടുത്ത് തന്നെ ഏതാണ്ട് ഒരു 2-3 കിലോമീറ്റർ ചുറ്റി മറുവശത്ത് കൂടി കയറിയിട്ട് ആ ഭാഗം കൂടി കാണിച്ചു തരാം. അതായത് ഈ ചെപ്പാറ റോക്ക് ഗാർഡൻസ് ഫുള്ളായിട്ട് നമുക്കൊന്ന് നടന്ന് കാണാം. ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ചുറ്റുവട്ടം നോക്കിക്കഴിഞ്ഞാൽ നല്ല മനോഹരമായ കാഴ്ചകളാണ്. ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ ടൗണിൻ്റെ സൈഡും അതുപോലെ മറുവശം നോക്കിക്കഴിഞ്ഞാൽ വടക്കാഞ്ചേരി ഭാഗവും കാണാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഈ റോക്ക് ഗാർഡൻ്റെ മറുവശത്തേക്ക് യാത്ര പോവുകയാണ്. ഏതാണ്ട് ഒരു 2.5-3 കിലോമീറ്റർ പോകണം. അവിടെ പോയി കഴിഞ്ഞാൽ ചെറിയൊരു കപ്പേള കാണും. അവിടെ അതിനോട് ചേർന്ന് ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് പോലെ കാണും. ഇവിടെ 2 സൈഡിലും വീടുകളുണ്ട്. തുടക്കത്തിൽ ആ വീടുകളുള്ള സ്ഥലം വരെ നമുക്ക് വാഹനം കൊണ്ടുപോകാം. അതിനുശേഷം ഞങ്ങൾ വാഹനം അവിടെ നിർത്തി പിന്നീട് അങ്ങ് മുന്നോട്ട് നടന്നു. വളരെ വിശാലമായി പരന്ന് കിടക്കുന്ന പാറക്കൂട്ടം തന്നെയാണ്. ഞങ്ങളവിടെ ചെന്നപ്പോൾ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ മഴ നിന്നിരിക്കുകയാണ്. പക്ഷേ വീണ്ടും നല്ല കാർമേഘങ്ങളുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നല്ലൊരു മഴ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നടക്കുന്നത്. മഴക്കാലമായതുകൊണ്ട് തന്നെ ഈ പാറക്കൂട്ടത്തിനിടയിലുള്ള ഭാഗങ്ങളിലെല്ലാം നല്ല പച്ച പുല്ലിങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കത്താ ദൂരത്തെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ പാറക്കൂട്ടം കിടക്കുന്നതായിട്ട് കാണും. നമ്മൾ നേരെ നടന്നു കഴിഞ്ഞാൽ ആദ്യം കയറിയ ഭാഗത്തേക്ക് നമുക്ക് എത്താൻ കഴിയും. ഞങ്ങളേതായാലും മുഴുവൻ അങ്ങോട്ട് നടന്നില്ല. കാരണം വാഹനം ഈ സൈഡിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഈ നടന്ന അത്രയും വീണ്ടും തിരിച്ച് നടക്കണം. ആദ്യം കയറിയപ്പോൾ അതുവഴി തന്നെ ഇറങ്ങുകയാണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഏതാണ്ട് മറുവശത്ത് നടന്ന് എവിടെ വരെയാണോ നടന്നത് അത്രയും ദൂരം ഇവിടെ നിന്ന് നടന്നു. അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും തിരിച്ച് നടക്കാനാണ് പോകുന്നത്. ഇവിടെ നിന്നിങ്ങനെ ഒഴുകി വരുന്ന വെള്ളം ആണ് താഴേക്ക് ചാടിയിട്ട് വട്ടായി വാട്ടർഫാൾ എന്ന് പറഞ്ഞിട്ട് ഉള്ളത്. ഇതിന് മുമ്പൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. ഈ പാറക്കൂട്ടത്തിൻ്റെ മുകളിൽ നിന്ന് വന്ന് വീഴുന്ന പതിക്കുന്ന സ്ഥലത്താണ്. അവിടെ ഒരു കുടിവെള്ള പദ്ധതിയുണ്ട്. അവിടെയാണ് ആ വെള്ളം സ്റ്റോർ ചെയ്തിട്ട് ഈ ഗ്രാമത്തിലേക്കൊക്കെ സപ്ലൈ ചെയ്യുന്നത്.
ഞങ്ങളങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിറക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങൾ ഏതാണ്ട് ഉച്ച സമയത്താണ് പോയത്. അതുകൊണ്ട് തന്നെ അവിടെ ആൾക്കാരൊക്കെ വളരെ കുറവാണ്. വൈകുന്നേരങ്ങളിലാണ് ഇവിടെ തിരക്ക്. ഇവിടെ ടൂറിസത്തിൻ്റെ വളരെ വലിയ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ടെന്ന് കേൾക്കുന്നു. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് തിരിച്ച് യാത്ര തുടങ്ങി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോകാനും കൂടുതൽ വീഡിയോകൾ ഇടാനുള്ള പ്രചോദനം കിട്ടുകയുള്ളൂ. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.